മൺസൂൺ ബമ്പർ ലോട്ടറി വിൽപ്പന തകൃതിയായി നടക്കുകയാണ്. വിൽപ്പന മുൻ വർഷങ്ങളിലെ റെക്കോർഡുകൾ മറികടക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. ഒന്നാം സമ്മാനം 10 കോടിക്ക് പുറമെ ബമ്പറിന് വേറെയും ഒട്ടേറെ സമ്മാനങ്ങളുണ്ട്. 250 രൂപയാണ് ടിക്കറ്റ് വില. ജൂലൈ 18-നാണ് നറുക്കെടുപ്പ്. മൺസൂൺ ബമ്പർ ലോട്ടറി വിൽപ്പന തകൃതിയായി നടക്കുന്നു. അങ്ങനെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി 10 കോടിയുടെ ഭാഗ്യശാലി ആര് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളക്കര. ഇപ്പോൾ വലിയ മാറ്റം തന്നെയാണ് വിൽപ്പനയിലും നടക്കുന്നത്. അതായത് ബമ്പർ ലോട്ടറി വിൽപ്പന മുൻവർഷങ്ങളിലെ അപേക്ഷിച്ച് റെക്കോർഡുകൾ മറികടക്കുന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും സർക്കാരുമുള്ളത്. അതിനാൽ തന്നെ എടുത്തവർ വീണ്ടും എടുക്കുന്ന ഒരു പ്രവണതയും ഇന്ന് ഈ ട്രെൻഡിൽ കാണുന്നുണ്ടെന്നും പറയുന്നു. 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. ഇതിനു പുറമെ വേറെയും ഒട്ടേറെ സമ്മാനങ്ങൾ മൺസൂൺ ബമ്പറിന് ഉണ്ട്. മൺസൂൺ ബമ്പർ ലോട്ടറിയുടെ വില 250 രൂപയാണ്. ജൂലൈ 18-നാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഗോർഗി ഭവനിൽ വെച്ചാണ് നറുക്കെടുപ്പ്. ഭാഗ്യം പരീക്ഷിക്കാൻ ബമ്പർ ലോട്ടറികൾ എടുക്കുന്നത് പലതരത്തിലാണ്. ചിലർ ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുക്കും, മറ്റു ചിലർ ഷെയറിട്ടാണ് ലോട്ടറി വാങ്ങുന്നത്. കൂടുതലും ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കാം ഇത്തരത്തിൽ ഒരുമിച്ച് ഷെയറിട്ട് ലോട്ടറി വാങ്ങുന്നത്. ആരെയാണ് ഭാഗ്യം തുണയ്ക്കുക എന്ന പ്രതീക്ഷയിലാണ് ഈ ലോട്ടറി ഷെയറിട്ട് വാങ്ങുന്ന രീതിയുള്ളത്. എന്നാൽ ഇത്തരത്തിൽ മൺസൂൺ ബമ്പറൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് കേരളത്തിലെ ലോട്ടറി നിയമം പറയുന്നതനുസരിച്ച് ബമ്പർ ലോട്ടറികൾ ഷെയറിട്ട് വാങ്ങുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഇനി എത്ര ആളുകൾ ചേർന്നെടുത്താലും കുഴപ്പമില്ല. 10ഉം 15ഉം ആൾക്കൊക്കെ ചേർന്നും ഈ ലോട്ടറി എടുക്കാം. പക്ഷേ ടിക്കറ്റിന്റെ ഒന്നാം സമ്മാനം ലഭിക്കണമെങ്കിൽ കുറച്ച് നടപടിക്രമങ്ങൾ കൂടിയുണ്ട്. സാധാരണ ബമ്പർ ലോട്ടറികളെ പോലെ തന്നെ മൺസൂൺ ബമ്പറിനും ടിക്കറ്റ് എടുത്തതിന് തൊട്ടു പിന്നാലെ ടിക്കറ്റിന്റെ പുറകിൽ പ്രത്യേക സ്ഥലത്ത് നിങ്ങളുടെ പേരും ഒപ്പും രേഖപ്പെടുത്താൻ മറക്കരുത്. ഷെയറിട്ടാണ് നിങ്ങൾ ലോട്ടറി എടുക്കുന്നതെങ്കിൽ എല്ലാവരുടെയും പേരും ഒപ്പും രേഖപ്പെടുത്തണം. ഇനി നിങ്ങളെടുത്ത ടിക്കറ്റിനാണ് സമ്മാനം ലഭിക്കുന്നതെങ്കിൽ സമ്മാനത്തുക ഒരാളുടെ പേരുള്ള അക്കൗണ്ടിലോ അല്ലെങ്കിൽ എല്ലാവരുടെയും പേരുള്ള ജോയിന്റ് അക്കൗണ്ടിലോ പണം സ്വീകരിക്കുന്ന രീതിയും ഇതിനുണ്ട്. പക്ഷേ ഒരാളുടെ പേരിലാണ് പണം വാങ്ങുന്നതെങ്കിൽ തുക വീതിച്ചെടുക്കാൻ സമ്മതമാണെന്ന് കാണിച്ച് 50 രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതി കൊടുക്കണം. ഇത് സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ ഓഫീസിലും സമർപ്പിക്കണം. ഇനി സമ്മാനത്തുക ജോയിന്റ് അക്കൗണ്ടിലേക്കാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒരാൾ ചുമതലയേൽക്കണം. ശേഷം ജോയിന്റ് അക്കൗണ്ടിലെ എല്ലാ അംഗങ്ങളുടെയും വിവരങ്ങൾ ലോട്ടറി വകുപ്പിൽ നൽകേണ്ടതുണ്ട്. ബാങ്ക് വഴിയോ അല്ലെങ്കിൽ ലോട്ടറി വകുപ്പിന്റെ ഓഫീസ് മുഖേനയോ വേണം സമ്മാനം ക്ലെയിം ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് എത്ര രൂപ കയ്യിൽ കിട്ടുമെന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ലോട്ടറി സമ്മാന തുകയിൽ നിന്ന് 30% സമ്മാന നികുതി ഈടാക്കും. അതിൽ 4% സെസ്സും നൽകണം. ഇതിനെല്ലാം ശേഷമുള്ള തുക മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയുള്ളൂ. ഇതിനു പുറമെ ഏജന്റ് കമ്മീഷനും നൽകേണ്ടതുണ്ട്. അതായത് നികുതിക്ക് പുറമെ സമ്മാനത്തുകയുടെ 10% ഏജന്റ് കമ്മീഷൻ. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.